നമസ്കാരം. നമ്മുടെ 10 ഡേയ്സ് റിവിഷൻ മാരത്തോണിന്റെ ഭാഗമായിട്ടുള്ള 6ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ്. ഓക്കെ, അപ്പൊ സമയം കളയാതെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത്? ഓക്കെ, അപ്പൊ വനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പ്രത്യക്ഷ നേട്ടങ്ങൾ അതുപോലെ തന്നെ പരോക്ഷ നേട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ പ്രത്യക്ഷ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വനത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? വനവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രത്യക്ഷ നേട്ടങ്ങളാണ്. ഇനി ഡയറക്റ്റ് അല്ലാത്തവയൊക്കെ ആണെങ്കിൽ അതെന്തായിരിക്കും? അല്ലെ, പരോക്ഷമായിട്ടുള്ള നേട്ടങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ മണ്ണ് സംരക്ഷണം എന്ന് പറയുന്നത് എന്താണ്? അതൊരു വനം കൊണ്ടുള്ള ഒരു പരോക്ഷ നേട്ടമാണ്. അതുപോലെ തന്നെ കാലാവസ്ഥ അല്ലെ, കാലാവസ്ഥ സ്ഥിരതയോട് കൂടി നിലനിർത്താൻ വനങ്ങൾ സഹായിക്കുന്നുണ്ട്. അതെന്താണ്? ഒരു പരോക്ഷ നേട്ടമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന് പറയുന്നതും ഒരു പരോക്ഷ നേട്ടമാണ്. എന്നാൽ തടി ഉൽപാദനം, തടി എന്നൊക്കെ പറയുന്നത് വനത്തിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? അതൊരു പ്രത്യക്ഷ നേട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ എന്തല്ല? ഒരു പരോക്ഷ നേട്ടമല്ലാത്തതാണ്. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ബാക്കിയുള്ള ഏതൊക്കെയാണ് പ്രത്യക്ഷ നേട്ടത്തിലുള്ളത്, പരോക്ഷ നേട്ടത്തിലുള്ളത് എന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അതില് ഒന്നാമത്തേത് ഭക്ഷണമാണ് അല്ലെ. നമുക്കറിയാം വനത്തിൽ നിന്ന് പല ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഔഷധ സസ്യങ്ങളായിട്ടാണെങ്കിലും അതുപോലെ തന്നെ പല പഴങ്ങളും പച്ചക്കറികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? വനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ഒരു പ്രത്യക്ഷ നേട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വസ്ത്രം എന്ന് പറയുമ്പോൾ പല ഗോത്ര ആളുകളും അവരുടെ വസ്ത്രമായിട്ട് ഈ പറഞ്ഞ പോലെ വനത്തിലുള്ള മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ചുകൊണ്ടും പല ഇലകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ഒരു വസ്ത്രം എന്ന രീതിയിൽ അവര് വനത്തെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ അതൊരു പ്രത്യക്ഷത്തിലുള്ള നേട്ടമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പല ജീവിവർഗങ്ങളുടെയൊക്കെ ഒരു വാസസ്ഥലം അല്ലെ, സ്വാഭാവികമായിട്ടുള്ള വാസസ്ഥലമാണ് ഇത് വനം എന്ന് പറയുന്നത്. അതും എന്താണ്? ഒരു പ്രത്യക്ഷത്തിലുള്ള നേട്ടമാണ്. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഔഷധ സസ്യങ്ങൾ അല്ലെ, ഔഷധ സസ്യങ്ങളുടെ കലവറ തന്നെയാണ് വനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്? അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ എന്താണ്? ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലുള്ള നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ പറഞ്ഞ കാടുകളിൽ നിന്ന് അല്ലെങ്കിൽ വനങ്ങളിൽ നിന്നാണ് അല്ലെ. നമുക്കറിയാം പേപ്പറിന്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ട തടികളൊക്കെ ലഭിക്കുന്നത് വനത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഒരു എന്താ പറയാ സോഴ്സ് ആയിട്ട് വനങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ധന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? വനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? പ്രത്യക്ഷത്തിലുള്ള നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി പരോക്ഷ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നതാണ് വിനോദം. നമുക്കറിയുന്നതാണ് അല്ലെ, പല ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇപ്പോൾ വനങ്ങൾ മാറിയിട്ടുണ്ട് അല്ലെ. അതായത് വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ് വനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വിനോദം എന്ന രീതിയിൽ ഈ വനം ഒരു പരോക്ഷമായിട്ടുള്ള നേട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കാലാവസ്ഥ സ്ഥിരതയോട് കൂടി നിലനിർത്താൻ വേണ്ടിയിട്ട് വനങ്ങൾ സഹായിക്കുന്നുണ്ട്. മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. മണ്ണൊലിപ്പ് എങ്ങനെ തടയുന്നത്? വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വൃക്ഷങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ വൃക്ഷങ്ങളുടെ ഈ പറഞ്ഞ പോലെ വേരുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണ് ഒലിച്ചു പോകുന്നത് തടയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മണ്ണൊലിപ്പ് തടയാൻ വനങ്ങൾ ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഒരു പരോക്ഷ നേട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെയാണ് മരുഭൂമീകരണം തടയുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകാനായിട്ട് വനങ്ങൾ സഹായിക്കുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് കണ്ടൽ കാടുകളൊക്കെ ഒരു പരിധിവരെ ഈ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? പരോക്ഷ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം. ഏത് മരമാണ് തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? ഏതാണ്? ഇലവാണ് അല്ലെ. ഇലവ് മരമാണ് തീപ്പെട്ടിക്കൊള്ളി. തീപ്പെട്ടിക്കൊള്ളി ഉണ്ടല്ലോ, അത് ഏത് മരം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ഇലവ് എന്ന് പറയുന്ന മരത്തിന്റെ തടി ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷമാണ് ഏത്? വില്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം ചോദിച്ചാൽ അത് ഏതാണ്? വില്ലോയാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് NTFP എന്ന് പറഞ്ഞാല്? എന്താണ് NTFP? നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക് ആണ് NTFP എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് NTFP യുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞാല്? അതായത് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് എന്നാണ് കേട്ടോ. നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ വേണമെങ്കിൽ ഇതിന്റെ ഫുൾ നെയിം ഒക്കെ ചോദിക്കാം. എന്താണ് NTFP എന്ന് പറഞ്ഞാല്? നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതായത് വനത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അവിടെ തടി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് വനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തടി ഒഴികെ, തടി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷത്തിന്റെ തടി വരുന്നുണ്ടല്ലോ, ആ തടി ഒഴികെയുള്ള ഏതൊരു ഉൽപ്പന്നവും എന്തിൽ ഉൾപ്പെടുന്നതാണ്? നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും? പഴങ്ങൾ വരും അല്ലെ, പഴങ്ങൾ വരും, പച്ചക്കറികൾ വരും, അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങള്, മൃഗങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് തടി ഒഴികെയുള്ള ഏതു കാര്യവും എന്തിൽ ഉൾപ്പെടും? നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്റ്റിൽ ഉൾപ്പെടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? തടി ഇതര വനോൽപ്പന്നങ്ങളാണ് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം.
അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇന്ത്യയിലെ വനങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ വനങ്ങൾ, അതായത് കേരളത്തിൽ കാണപ്പെടുന്ന വനങ്ങളും ഇന്ത്യയിൽ കാണപ്പെടുന്ന വനങ്ങളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ഇതില് ഉൾപ്പെടാത്തത്. ഉഷ്ണമേഖല മഴക്കാട് വരുന്നുണ്ട് അല്ലെ, അതുപോലെ തന്നെ മൗണ്ടൈൻ വനം എന്ന് പറഞ്ഞാൽ പർവ്വത വനങ്ങളെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടൽ കാടുകൾ, അതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്, നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന വനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ ടൈഗ വനം ഇവിടെ കാണപ്പെടാത്തൊരു വനമാണ്. അപ്പൊ ആൻസർ ഏതാ വരുന്നത്, ടൈഗ വനമാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ വനങ്ങളെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഇന്ത്യയിലെ വനങ്ങൾ എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. അപ്പൊ ആദ്യം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ വരുന്നു, പിന്നെ ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ വരുന്നു, പിന്നെ കുറച്ച് മുൾക്കാടുകൾ വരുന്നു, പർവ്വത വനങ്ങൾ വരുന്നു, കടലോര ചതുപ്പ് നിലവനങ്ങൾ വരുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന വനവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഓർത്ത് വെക്കണം. താഴെ കൊടുത്തിരിക്കുന്നതിൽ വേണമെങ്കിൽ ചോദിക്കാം, അങ്ങനെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയിൽ കാണപ്പെടാത്ത വനം ഏത്, കാണപ്പെടുന്ന വനം ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഓർത്ത് വെക്കുക, ഉഷ്ണമേഖല നിത്യഹരിത വനം, അതുപോലെ ഉഷ്ണമേഖല ഇല പൊഴിയും വനം, പിന്നെ ഏതാണ് ഉഷ്ണമേഖല മുൾക്കാടുകള്, പിന്നെ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന പർവ്വതവനങ്ങളും, പിന്നെ ചതുപ്പ് നിലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഈ പറഞ്ഞ കണ്ടൽ കാടുകളൊക്കെ ഉൾപ്പെടുന്നതാണ് ഇത്, ഈ പറഞ്ഞ കടലോര ചതുപ്പ് നിലയങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന വനങ്ങൾ എന്ന് പറയുന്നത്. അവിടുന്ന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്, അതായത് നമ്മുടെ ഈ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, നിത്യഹരിത വനങ്ങളാണ്. അപ്പൊ നിത്യഹരിത വനങ്ങൾ എവിടെയാവും കാണപ്പെടുക, ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലായിരിക്കും. അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിലും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളും. ഓക്കെ, എവിടേക്കാണ്, പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു നിത്യഹരിത വനമാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിലും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും കാണപ്പെടുന്നതോ, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലൊക്കെ കാണപ്പെടുന്നതും ഏത് തരം വനമാണ്, ഉഷ്ണമേഖല നിത്യഹരിത വനമാണ്. ഇനി ഇവിടുത്തെ ഒരു വർഷപാതം അല്ലെങ്കിൽ ശരാശരി വർഷപാതം എന്ന് പറയുന്നത് എത്രയാണ്, 200 സെന്റിമീറ്ററിന് മുകളിലായിരിക്കും. ഓക്കെ, അതായത് ഒരു കൊല്ലത്തിൽ അവിടെ കിട്ടുന്ന മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 സെന്റിമീറ്ററിന് മുകളിലായിരിക്കും അവിടുത്തെ ഒരു ശരാശരി വർഷപാതം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശമാണ്, അതുകൊണ്ട് തന്നെയാണ് അതിനെ നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഏതാണ്, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഇനി അടുത്തത് ഏതാണ്, ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. ഇവിടെ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇല പൊഴിയും വനങ്ങൾ എന്താ പ്രത്യേകത, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളാണ്. അപ്പൊ ആലോചിച്ച് വെച്ചേക്കണം കേട്ടോ, ഇല പൊഴിയും വനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഏതാണ്, ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. ഇനി ഇവിടെ കിട്ടുന്ന ഒരു ശരാശരി വർഷപാതം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിലാണ് ഇവിടെ കിട്ടുന്ന ഒരു വർഷം കിട്ടുന്ന ശരാശരി മഴയുടെ അളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നിത്യഹരിത വനങ്ങളിലാണെങ്കിൽ 200 സെന്റിമീറ്ററിലും കൂടുതലായിരിക്കും. ഈ പറഞ്ഞ ഇലപൊഴിയും വനങ്ങളിലാണെങ്കിൽ 100നും 200നും ഇടയിലായിരിക്കും. ഇനി ഇവിടെ കാണപ്പെടുന്ന പ്രധാന വൃക്ഷങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക, തേക്ക്, സാല്, ചന്ദനം, ആക്സൽ വുഡ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തേക്ക്, സാല്, ചന്ദനം, ആക്സൽ വുഡ് ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്, ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളിലാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനമായിട്ടുള്ള ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് ഏതെന്ന് പറയുന്നത്, തേക്ക്, അതുപോലെ തന്നെ സാല്, ചന്ദനം, ആക്സൽ വുഡ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, മൺസൂൺ വനങ്ങൾ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന വനവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളാണ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ മറ്റുള്ള വനങ്ങളാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഓക്കെ, മുൾക്കാടുകൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ മനസ്സിലാവും, അവിടെ എന്താണ്, മഴയുടെ അളവ് കുറവായിരിക്കും. പിന്നെ പർവ്വത വനങ്ങൾ, പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് പർവ്വത വനങ്ങൾ. പിന്നെ ഏതാ വരുന്നത്, കടലോര ചതുപ്പ് നില വനങ്ങൾ അല്ലെ, നമ്മളെ കണ്ടൽ കാടുകളൊക്കെ കാണപ്പെടുന്നത് ഈ പറഞ്ഞ കാറ്റഗറിയിലാണ്, അതായത് കടലോര ചതുപ്പ് നില വനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന വനവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? ഓക്കെ, അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനം കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്, ഏതാണ്, മധ്യപ്രദേശ് ആണ് അല്ലെ. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതി അല്ലെങ്കിൽ വനം കൂടുതലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശിന്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ വനം ഉള്ളത് ഏത് സംസ്ഥാനത്താണ്, മധ്യപ്രദേശ് ആണ്. രണ്ടാം സ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക, രണ്ടാം സ്ഥാനത്താണ് ആര് വരുന്നത്, അരുണാചൽ പ്രദേശ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നിലവില് ഇന്ത്യയുടെ വനവിസ്തൃതി എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, എത്രയാണ്, 25% നിലവില് ഇന്ത്യയുടെ വനവിസ്തൃതി എന്ന് പറയുന്നത്. ഇപ്പത്തെ വനവിസ്തൃതി എന്ന് പറയുന്നത് എത്രയാണ്, 25%. ഈ 25% എന്ന് പറയുമ്പോൾ അതില് ഫോറസ്റ്റ് കവേർഡ് ആയിട്ടുള്ളത് 21.76%,
ട്രീ കവേർഡ് ആയിട്ടുള്ളത് 3.41%. അപ്പൊ കറക്റ്റ് ഫിഗർ പഠിച്ചിട്ടില്ലെങ്കിലും 21% എന്താണ് ഫോറസ്റ്റ് കവേർഡ് ആയിട്ടുള്ളതാണ്. ഇനി ട്രീ മാത്രം കവേർഡ് ആയിട്ടുള്ളത് എത്രയാണ് 3%. അപ്പൊ ഇതും പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ട്രീ കവേർഡ് ആയിട്ടുള്ളത് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ എത്രയാണ് 3%. അങ്ങനെ 23ഉം 3ഉം കൂടി ചേരുമ്പോഴാണ് അവിടെ 25 മൊത്തത്തിൽ വരുന്നത്. ഓക്കെ, അതായത് പോയിന്റ് വരുമ്പോൾ പോയിന്റ് കറക്റ്റ് പഠിച്ചിട്ടില്ലെങ്കിലും ഏകദേശം ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിലവിൽ ഇന്ത്യയുടെ വനവിസ്തൃതി എത്ര ശതമാനമാണെന്ന് പറഞ്ഞത് 25%. ഫോറസ്റ്റ് കവേർഡ് ആയിട്ടുള്ളത് 21%. ട്രീ കവേർഡ് ആയിട്ടുള്ളത് എത്രയാണ് 3.41%. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെയാ വരുന്നത്? ഭോപ്പാൽ ആണ് അല്ലെ? ഭോപ്പാൽ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചു വെച്ചേക്കണം. എവിടെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ്? ഏതാണ് ഫോറസ്റ്റ് മാനേജ്മെന്റ്? എവിടെയാണ്? ഭോപ്പാൽ ആണ്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ അതെവിടെയാണ്? അത് ഡെറാഡൂൺ ആണ്. ഓക്കെ, എവിടെയാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. അതുപോലെ തന്നെയാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? ഡെറാഡൂൺ തന്നെയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഡെറാഡൂൺ ഉണ്ട്. ഏതൊക്കെയാണ്? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഏതാണ്? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഏതാ വരുന്നത്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും. ഇത് രണ്ടും എവിടെയാ വരുന്നത്? ഡെറാഡൂൺ ആണ്. മാറിപ്പോകില്ലല്ലോ. ആദ്യം പറഞ്ഞത് ഏതാണ്? ഫോറസ്റ്റ് മാനേജ്മെന്റ് അല്ലെ? മാനേജ്മെന്റ് ആണെങ്കിൽ ഭോപ്പാൽ ആയിരിക്കും. എന്നാൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണും ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ഇനി ചോദിക്കുന്ന മറ്റൊന്നാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം. ക്രൈം ആണ് കേട്ടോ, ക്രൈം ആണ്. അപ്പൊ വൈൽഡ് ലൈഫിന്റെ ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം അത് എവിടെയാണ്? ഡൽഹിയാണ് കേട്ടോ. അപ്പൊ ക്രൈമുമായി ബന്ധപ്പെട്ടത് ഡൽഹിയാണെന്ന് ആലോചിക്കുക. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എന്നാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ട്രീ ബ്രീഡിംഗ് ആണ്. അതെവിടെയാണ്? കോയമ്പത്തൂരാണ്. ഓക്കെ, എന്താണ്? ഒന്ന് നമ്മൾ പറഞ്ഞത് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ആണെങ്കിൽ എവിടെയാണ്? ഡൽഹിയാണ്. അതുപോലെ തന്നെ ട്രീ ബ്രീഡിംഗിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? കോയമ്പത്തൂരാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ടെക്നോളജി എവിടെയാണ് വരുന്നത്? ബാംഗ്ലൂരാണ്. ഓക്കെ, അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എവിടെയാണ് വരുന്നത്? ബാംഗ്ലൂരാണെന്ന് ഓർത്ത് വെക്കാം. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഫോറസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ ഭോപ്പാല്. ഇത്രയും ആസ്ഥാനങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഒന്ന് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, അതുപോലെ തന്നെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും രണ്ടും എവിടെയാണ്? ഡെറാഡൂൺ ആണ്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ, ക്രൈം എന്ന് ആലോചിക്കുക. ക്രൈം ആണെങ്കിൽ അത് ഡൽഹിയാണ്. എവിടെയാണ്? ഡൽഹിയാണ്. എന്നാൽ ബ്രീഡിംഗിന്റെ എവിടെയാണ് വരുന്നത്? കോയമ്പത്തൂരാണ്. അതുപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നത് ബാംഗ്ലൂരാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ബാംഗ്ലൂരാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ അത് എവിടെയാണ് വരുന്നത്? ഭോപ്പാലാണ്. ഓക്കെ, മാനേജ്മെന്റ് ഭോപ്പാല്. ഒന്നും മാറില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയമാണ്. വനനയം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയാണ്. സ്വതന്ത്ര ഇന്ത്യയില് ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം ഏത് വർഷമാണ്? 1952ലാണ്. 1952ലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്നാണെന്ന് ചോദിച്ചാൽ അത് 1894ലാണ് കേട്ടോ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വനനയം പ്രഖ്യാപിച്ചത് 1894ലാണ്. 1894ലാണ്. ഓക്കെ, എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായിട്ട് വനനയം പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 1952ലാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം. സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന ഏതാണ്? അഗർവുഡ് ആണ്. ഏതാണ്? അഗർവുഡ്. ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യമാണ് ഏത്? അഗർവുഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ആരായിരുന്നു? ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് അല്ലെ? ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് അല്ലെ? ബ്രാൻഡിയുമായിട്ട് വനത്തിലോട്ട് പോയി ആലോചിച്ചാൽ മതി. ഓക്കെ, ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡിട്രിച്ച് ബ്രാൻഡിസ്. ആരാണ്? ബ്രാൻഡിസ് ആണ് അല്ലെ? ഓർത്തു വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എവിടെയാണ്? കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത്?
കേരളത്തിലാണെങ്കിൽ കണ്ണൂരാണ് അല്ലെ, കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയിൽ എവിടെയാണ് വരുന്നത്? പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. ഓർത്തു വെക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഓക്കെ ആണല്ലോ. ഇനി കണ്ടൽ ചെടികളുടെ സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കേരളീയൻ ഉണ്ട് അല്ലെ, ആരായിരുന്നു അദ്ദേഹം? കല്ലേൻ പൊക്കുടനാണ് അല്ലെ, കണ്ണൂരുകാരനായിട്ടുള്ള കല്ലേൻ പൊക്കുടനാണ് കണ്ടൽ ചെടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. കേരളീയനാണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. ഏതാണ്? കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം. ഏതാണ്? കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം. ആരുടെ ആത്മകഥയാണ്? ആരുടേതാണ്? കല്ലേൻ പൊക്കുടൻ. എന്താണ് പേര്? കല്ലേൻ പൊക്കുടൻ. ഓർത്തു വെക്കല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ദേശീയ വന നയം അല്ലെ, നമ്മൾ പറഞ്ഞതാണ് 1952 ആണ്. ഇനി ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത്? വർഷം ഏതായിരുന്നു? 1927 അല്ലെ, 1927 ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നിട്ടുള്ളത്. പഠിക്കണം, വർഷം ഏതാണ്? ഇന്ത്യൻ വന നിയമം 1927. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചും കൂടി വർഷങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഇന്ത്യൻ വന നിയമം നമ്മൾ പറഞ്ഞു 1927. ഓക്കെ, അപ്പൊ ഇന്ത്യൻ വന നിയമം 1927. ഈ 27 ഒന്ന് തിരിച്ചിട്ടൂടെ? തിരിച്ചിട്ടാൽ എന്ത് കിട്ടും? 72 കിട്ടും അല്ലെ. അതായത് വന്യജീവി സംരക്ഷണ നിയമം ചോദിച്ചാൽ 1972. അപ്പൊ ആദ്യം വനവുമായി ബന്ധപ്പെട്ട നിയമം പഠിക്കണം, എന്നിട്ട് വനത്തിലുള്ള വന്യജീവിനെ പഠിക്കണം അല്ലെ. അപ്പൊ വന്യജീവി സംരക്ഷണ നിയമമാണെങ്കിൽ ഏതാ വർഷം? 1972. രണ്ടും മാറൂലല്ലോ. ഇന്ത്യൻ വന നിയമമാണെങ്കിൽ 1927, വന്യജീവി സംരക്ഷണ നിയമമാണെങ്കിൽ 1972 ആണ്. അത് രണ്ടും ഒരുമിച്ച് പഠിക്കാം. ഇനി അടുത്തത് പ്രൊജക്ട് ടൈഗർ. പ്രൊജക്ട് ടൈഗർ എന്ന് പറയുമ്പോൾ ഈ വന്യജീവിയെ നമുക്കൊരു ടൈഗർ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഓർഡറിൽ അങ്ങ് പഠിക്കാം അല്ലെ. ഈ വന്യജീവി എന്ന് പറയുന്നത് ഒരു ടൈഗർ ആക്കാം. ആ ടൈഗർ ഏതാ വർഷം ചോദിച്ചാൽ തൊട്ടടുത്ത വർഷമാണ്. 72 കഴിഞ്ഞ് 73 ആണ്. അപ്പൊ നമുക്ക് പഠിക്കാം പ്രൊജക്ട് ടൈഗർ ഏതാ വർഷം? 1973. ഓക്കെ ആണല്ലോ. 1973 പ്രൊജക്ട് ടൈഗർ. അപ്പൊ ആ 3 വർഷം ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലുണ്ടാവണം. ആദ്യം ഇന്ത്യൻ വന നിയമം 1927, വന്യജീവി സംരക്ഷണ നിയമം 1972, പ്രോജക്ട് ടൈഗർ 1973. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു വർഷമാണ് വന സംരക്ഷണ നിയമം. ഓക്കെ, മാറരുത്. ഇത് വന്യജീവി സംരക്ഷണമാണ്. ഇതെന്താണ്? വെറും വനമാണ്. വന സംരക്ഷണ നിയമം ചോദിച്ചാൽ അത് 1980 ആണ് കേട്ടോ. ഒരു റൗണ്ടിങ് ഫിഗർ ആണ്. 1980 വന സംരക്ഷണ നിയമം വരുന്നത്. ഓക്കെ ആണല്ലോ. വന സംരക്ഷണ നിയമം 1980. വായു മലിനീകരണ നിയന്ത്രണ നിയമം ചോദിച്ചാൽ അത് 81 ആണ് കേട്ടോ. 1981 വായു മലിനീകരണ നിയന്ത്രണ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഏത് വർഷമാണ് കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിക്കുന്നത്? ഏത് വർഷമാണ് കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിക്കുന്നത് ചോദിച്ചാൽ 1985. 1985 കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് പരിസ്ഥിതി സംരക്ഷണ നിയമം. പരിസ്ഥിതി സംരക്ഷണ നിയമം ഏത് വർഷമാണ്? 1986. ഓക്കെ, അപ്പൊ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏത് വർഷമാണ്? 1986 ഓർത്തു വെക്കാം. ഇനി പ്രോജക്ട് എലിഫന്റ് ആണെങ്കിലോ? പ്രോജക്ട് എലിഫന്റ് 1992. പ്രോജക്ട് എലിഫന്റ് 1992. ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം ചോദിച്ചാൽ അത് 2002 ആണ് കേട്ടോ. 22. ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം ചോദിച്ചാൽ ഏതാ വർഷം? 2002. ഇത്രയും വർഷങ്ങൾ പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വനവിഭാഗം ഏതാണ്? നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇലപൊഴിയും പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? അതും ഇലപൊഴിയും ആർദ്ര വനങ്ങളാണ് കേട്ടോ. ഇവിടെയും ഇലപൊഴിയും തന്നെയാണ്. ഇലപൊഴിയും ആർദ്ര വനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കേരളത്തിലെ വനവുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ഇനി കേരളത്തിലെ വനങ്ങളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഇന്ത്യയുടെ വനവിസ്തൃതിയിൽ എത്രാം സ്ഥാനമാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ കേരള വനത്തിലുള്ളത്? അതായത് ഇന്ത്യയുടെ വനവിസ്തൃതി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ വനവിസ്തൃതി എന്ന് പറയുന്നത് എത്രാമത്തെ സ്ഥാനത്ത് വരുന്നതാണ്? എത്രയാണ്? 13ാം സ്ഥാനമാണ് അല്ലെ. 13ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 13ാം സ്ഥാനമാണ്. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലെ മൊത്തം ഭൂവിസ്തൃതി എടുത്തു കഴിഞ്ഞാൽ അതിൽ 29.67% എന്താണ്? വനമാണ്. ഓർത്തു വെക്കണം, കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 29.67% എന്ത് തന്നെയാണ്? വനം തന്നെയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. അപ്പൊ മൊത്തം ഇന്ത്യയുടെ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം 13ാം സ്ഥാനമാണ്. കേരളത്തിലെ മൊത്തം ഭൂവിസ്തൃതി എടുത്തു കഴിഞ്ഞാൽ അതിൽ 29.67% എന്താണ്? വനമാണ്. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
അതിൽ ആദ്യത്തേത് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ. ഇവിടെയും ഉണ്ട് നിത്യഹരിത വനങ്ങൾ. കാരണം എന്താ, ഇവിടെയും പശ്ചിമഘട്ടം ഉണ്ടല്ലോ. അപ്പൊ പശ്ചിമഘട്ട മലനിരകളിലൊക്കെ കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ്? നിത്യഹരിത വനങ്ങളാണ് അല്ലെ. നമ്മുടെ സൈലന്റ് വാലി ഒക്കെ ഏതൊരു ഉദാഹരണമാണ്? നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ് ഉപോഷ്ണ ആർദ്ര ഇലകൊഴിയും വനങ്ങൾ. ഇവിടെയും ഇലകൊഴിയും വനങ്ങളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് തന്നെയാണ്? ഇലപൊഴിയും വനങ്ങൾ തന്നെയാണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഏത്? മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കും അല്ലെ. ഇലപൊഴിയും വനങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? മൺസൂൺ വനങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏത് തന്നെയാണ്? ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഉപോഷ്ണ അർദ്ധ നിത്യഹരിത വനങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഗിരിവനങ്ങൾ വരുന്നുണ്ട്, ചന്ദനക്കാടുകൾ വരുന്നുണ്ട്, വരണ്ട ഇലപൊഴിയും കാടുകൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നത്. ഒന്നും കൂടി പറയാം. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങള്, ഉപോഷ്ണ ആർദ്ര ഇലകൊഴിയും വനങ്ങള്, ഉപോഷ്ണ അർദ്ധ നിത്യഹരിത വനങ്ങള്, പിന്നെ ഏതാണ്? ഉപോഷ്ണ മേഖല ഗിരിവനങ്ങള്, ചന്ദനക്കാട്, പിന്നെ ഏത് വരുന്നുണ്ട്? വരണ്ട ഇലപൊഴിയും വനങ്ങൾ. ഇത്രയൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന വനവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് താഴെ പറയുന്നവയിൽ കേരളത്തിലെ വിദേശ സസ്യം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ താഴെ കൊടുത്തിട്ടുള്ളതിൽ വിദേശ സസ്യം അല്ലാത്തതാണ്. ഓക്കെ, അപ്പൊ അല്ലാത്തതാണ് ആഞ്ഞിലി എന്താ? നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന ഒരു തദ്ദേശീയ വനമാണ് ഇത്, വൃക്ഷമാണ് ഇതെന്ന് പറയുന്നത്, ആഞ്ഞിലി എന്ന് പറയുന്നത്. എന്നാൽ യൂക്കാലിപ്സ്, അതുപോലെ തന്നെ അക്വേഷ്യ, കാറ്റാടി, ഓക്കെ, കാറ്റാടി എന്ന് പറഞ്ഞാൽ കോഷാറിന എന്ന് പറയും. അപ്പൊ കാറ്റാടി, അക്വേഷ്യ, യൂക്കാലിപ്സ് ഒക്കെ എന്താണ്? വിദേശ സസ്യത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കണം. യൂക്കാലിപ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു തദ്ദേശീയമായിട്ടുള്ള ഒരു വനമല്ല. അത് എവിടുന്ന് വന്നിട്ടുള്ളതാണ്? വിദേശത്തു നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ യൂക്കാലിപ്സും അതുപോലെ തന്നെ അക്കേഷ്യ, അതുപോലെ തന്നെ കാറ്റാടി മരങ്ങൾ ഉണ്ടല്ലോ, ഇതൊക്കെ വിദേശ സസ്യമാണെന്ന് ആലോചിച്ച് വെച്ചേക്കട്ടോ. ഏതൊക്കെയാണ്? യൂക്കാലിപ്സ്, അക്കേഷ്യ, കാറ്റാടി, ഇതൊക്കെ എന്താണ്? വിദേശ സസ്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് വൃക്ഷത്തിന്റെ തടിയാണ്? ഏത് വൃക്ഷമാണ് പാലങ്ങള്, റെയിൽവേ സ്ലീപ്പറുകളൊക്കെ അതിന്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? തേക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ പാലത്തിന്റെ നിർമ്മാണത്തിനൊക്കെ. അതുപോലെ തന്നെ റെയിൽവേ സ്ലീപ്പറുകളുടെ ഒക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു വൃക്ഷമാണ് ഇത് കമ്പകം എന്ന് പറയുന്നത്. അതും പാലങ്ങൾ നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. അവിടെ തേക്ക് കണ്ടാൽ തേക്ക് കൊടുക്കുക കേട്ടോ. അപ്പൊ പാലങ്ങൾ, റെയിൽവേന്റെ സ്ലീപ്പറുകൾ ഉണ്ടല്ലോ, അതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് വൃക്ഷമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കമ്പകം. അപ്പൊ കമ്പകം എന്ന മരത്തിന്റെ തടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ റെയിൽവേ സ്ലീപ്പറുകളൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓർത്തു വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ പീച്ചി ആണ് കേട്ടോ. പീച്ചി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ്. തൃശ്ശൂരുള്ള പീച്ചിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എവിടെ തന്നെയാണ്? പീച്ചിയിൽ തന്നെയാണ്. പീച്ചി എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പൊ കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ എന്താണ്? സീഡ് സെന്റർ പീച്ചി. അതുപോലെ തന്നെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് പീച്ചി. ഏതാണ്? റിസർച്ച് പീച്ചി. അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊന്നാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം എവിടെയാണ്? വഴുതക്കാടാണ് കേട്ടോ. വഴുതക്കാടാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. വഴുതക്കാട്. എന്നാൽ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണെങ്കിൽ അത് കോട്ടയാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഓക്കെ, അപ്പൊ മാറിപ്പോകരുത്. ഒന്ന് നമ്മൾ പറഞ്ഞത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പീച്ചി ആണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വഴുതക്കാട്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണെങ്കിലോ അതെവിടെയാണ്? കോർപ്പറേഷൻ ആണെങ്കിൽ കോട്ടയാണ്. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ വാളയാറാണ് കേട്ടോ. അപ്പൊ വാളയാറാണ്. അരിപ്പയിലും ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ ആദ്യത്തേത് ചോദിച്ചാൽ വാളയാറാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? വാളയാറാണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ് അല്ലെ. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതി കാണുന്നത്. അപ്പൊ കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇനി കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്ന പ്രദേശം അതേതാണ്? മറയൂരാണ് അല്ലെ. മറയൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങളൊക്കെ കാണപ്പെടുന്നത്. അപ്പൊ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? മറയൂരാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ളത്. ഇന്ത്യയിലാണെങ്കിൽ എവിടെയായിരുന്നു? പശ്ചിമ ബംഗാളാണ്. മാറിപ്പോകരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്?
കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം? അത് കോന്നിയാണ് ട്ടോ. കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ റിസർവ് വനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഈ കോന്നിയെ ആദ്യത്തെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1888 അപ്പം 1888 1888 കോന്നി വനമേഖലയെ ആദ്യത്തെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല ചോദിച്ചാൽ അത് പത്തനംതിട്ടയാണ് ട്ടോ. മാറിപ്പോകരുത്. ഏറ്റവും കൂടുതൽ വനം ഈ പറഞ്ഞ പോലെ ഇടുക്കിയിലാണെന്ന് കരുതിയിട്ട് ഇടുക്കിയിലല്ല ഏറ്റവും കൂടുതൽ റിസർവ് വനം ഉള്ളത്. അപ്പൊ റിസർവ് ചെയ്ത വനങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാ വരുന്നത്? പത്തനംതിട്ടയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ റിസർവ് ചെയ്ത വനങ്ങൾ എവിടെയാണ്? പത്തനംതിട്ടയാണ്. ഏറ്റവും കുറവ് എവിടെയാണ്? ആലപ്പുഴയാണ് ട്ടോ. ആലപ്പുഴയിലുള്ള റിസർവ് വനമാണ് വിയ്യപുരം എന്ന് പറയുന്നത്. അപ്പൊ ആലപ്പുഴയിലാണ് ഏറ്റവും കുറവ് റിസർവ് വനം ഉള്ളത്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? പത്തനംതിട്ടയിലാണെന്ന് ഓർത്തു വെക്കാം. കോന്നിയെ ഏത് വർഷമാണ് റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്നത്? 1888 ഓക്കെ ആണല്ലോ. ഇനി കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം ചോദിച്ചാൽ അത് എത്രയാണ്? 36 എണ്ണാണ് ട്ടോ. കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം ചോദിച്ചാൽ 36 അതിൽ ഏറ്റവും വലിയ വനം ഡിവിഷനാണ് ഏത്? റാന്നി എന്ന് പറയുന്നത്. അപ്പൊ റാന്നിയും കോന്നിയും തമ്മിൽ മാറരുത്. കോന്നി എന്ന് പറയുന്നത് ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും വലിയ വന ഡിവിഷൻ അതാണ് റാന്നി അല്ലെ. നമ്മൾ പറയുന്ന സമയത്ത് റാന്നി എന്നല്ലേ പറയാം. അപ്പൊ അവിടെ നമുക്ക് നീട്ടി പറയുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ഏറ്റവും വലുത് എന്ന് ആലോചിക്കാം. അപ്പം ഏറ്റവും വിസ്തൃതി കൂടിയ വന ഡിവിഷനാണ് റാന്നി എന്ന് പറയുന്നത്. ഏറ്റവും ചെറുതാണെങ്കിൽ ആറളമാണ് ട്ടോ. വിസ്തൃതി കുറഞ്ഞ വന ഡിവിഷനാണ് ആറളം എന്ന് പറയുന്നത്. മാറിപ്പോകില്ലല്ലോ. അപ്പൊ കേരളത്തിലെ വന ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ്? 36. ഏറ്റവും വലിയ വന ഡിവിഷൻ ആണെങ്കിൽ റാന്നി, ഏറ്റവും ചെറുത് ആറളം. പഠിച്ചല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ തേക്ക് പ്ലാന്റേഷൻ ആയ കനോലി പ്ലോട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? തേക്ക് പ്ലാന്റേഷൻ ആണ് കനോലി പ്ലോട്ട് എന്ന് പറയുന്നത് അല്ലെ. എവിടെയാണ്? നിലമ്പൂരാണ് അല്ലെ. നിലമ്പൂരാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ ആയിട്ടുള്ള കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? നമ്മുടെ നിലമ്പൂരാണ്. അപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമാണ് ട്ടോ. പഴക്കമേറിയ തേക്കിൻ തോട്ടം കാണപ്പെടുന്നത് എവിടെയാണ്? നിലമ്പൂരാണ്. എന്നാൽ ഇവിടെ ട്വിസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് കാണപ്പെടുന്നത് ചോദിച്ചാൽ അത് നമ്മൾ നിലമ്പൂർ എഴുതി വെക്കരുത്. പലപ്പോഴും തെറ്റുന്ന ഒരു ആൻസർ ആണ്. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരം എവിടെയാണ് കാണപ്പെടുന്നത്? കന്നിമരമാണ്. അതെവിടെയാണ്? പറമ്പിക്കുളം സാങ്ച്വറിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ പറമ്പിക്കുളം സാങ്ച്വറിയിലെ കന്നിമരമാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ തേക്കായിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഏറ്റവും പഴക്കമേറിയ തേക്ക് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് നമ്മുടെ നിലമ്പൂരാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പഴക്കമേറിയത് നിലമ്പൂരാണ്. ഏറ്റവും വലുത് ഏത് എവിടെയെന്ന് ചോദിച്ചാൽ കന്നിമരമാണെന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. കാരണം എന്ത്? എന്തുകൊണ്ടാണ് പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള കാരണം? എന്തുകൊണ്ടാണ്? അവിടെ സമ്പന്നമായിട്ടുള്ള ജൈവ വൈവിധ്യവും പ്രാദേശികമായിട്ടുള്ള ജീവി വർഗ്ഗങ്ങളൊക്കെ കാണുന്നത് കൊണ്ടാണ് പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പശ്ചിമഘട്ടം അല്ലെ. പശ്ചിമഘട്ടം എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? നമ്മുടെ അറബിക്കടലിന് സമാന്തരമായിട്ടാണ് പശ്ചിമഘട്ടം കാണപ്പെടുന്നത് അല്ലെ. അതായത് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തായിട്ട് അല്ലെ ഇവിടെ എന്തുണ്ട്? അറബിക്കടലുണ്ട്. അതിന് സമാന്തരമായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ പശ്ചിമഘട്ടം കാണപ്പെടുന്നത് അല്ലെ. നമ്മുടെ കേരളത്തിനൊക്കെ ഇങ്ങനെ സമാന്തരമായിട്ടാണ് ഏത് കാണപ്പെടുന്നത്? പശ്ചിമഘട്ടം കാണപ്പെടുന്നത്. അതായത് അറബിക്കടലിന് സമാന്തരമായിട്ട് ഗുജറാത്തിലെ താപ്തി മുതൽ, എവിടെ മുതലാണ്? ഗുജറാത്തിലെ താപ്തി മുതൽ അങ്ങ് താഴെ തെക്കോട്ട് നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് ഇതെന്ന് പറയുന്നത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അറബിക്കടലിന് സമാന്തരമായിട്ട് എവിടെ മുതലാണ്? ഗുജറാത്തിലെ താപ്തി മുതൽ, എവിടെയാണ്? ഗുജറാത്തിലെ താപ്തി മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇതിന്റെ ശരാശരി വീതി എടുത്തു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ആണ് ട്ടോ. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി വീതി എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. ഉയരം നോക്കിക്കഴിഞ്ഞാൽ 1500 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഉയരമാണെങ്കിൽ അത് 900 മീറ്റർ ആണ് ട്ടോ. കേരളത്തിൽ നിന്ന് മാത്രമുള്ള ഉയരം എടുത്തു കഴിഞ്ഞാൽ 900 മീറ്റർ ആണ്. ശരാശരി ഉയരം എന്ന് പറയുന്നത് 1500 മീറ്റർ ആണ് പശ്ചിമഘട്ടത്തിനുള്ളത്. ഇനി ഇവിടുന്ന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കും? ഏതൊക്കെയാണ്? നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പടിഞ്ഞാറ് ഇവിടെയാണല്ലോ. പടിഞ്ഞാറ് തെക്ക് ഈ ഭാഗത്തായിട്ട് കിടക്കുന്ന, അതായത് നമ്മുടെ അറബിക്കടലിന് സമാന്തരമായിട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആര് വരും ആദ്യം? ഗുജറാത്ത് വരും അല്ലെ. അത് കഴിഞ്ഞിട്ട് അതിന് താഴെ മഹാരാഷ്ട്ര വരുന്നുണ്ട്. അതിന്റെ സൈഡിലായിട്ട് ആരുണ്ട്? ഗോവയുണ്ട്, പിന്നെ കർണാടകയുണ്ട്,
പിന്നെ നമ്മുടെ കേരളം വരുന്നുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്. ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു ഓർഡറിൽ ആലോചിക്കുക? ഗുജറാത്ത് വരുന്നുണ്ട്, മഹാരാഷ്ട്ര, അതിനടുത്ത് ഗോവ, പിന്നെ ആര് വരുന്നുണ്ട്? കർണാടക, പിന്നെ നമ്മുടെ കേരളം, തമിഴ്നാട്. ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ എത്ര സംസ്ഥാനമുണ്ട്? 1, 2, 3, 4, 5, 6 അല്ലെ? ഈ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആനമുടിയാണ് അല്ലെ? ആനമുടിയാണ്. 2695 കിലോമീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി എന്ന് പറയുന്നത്. ആനമല, അതുപോലെ തന്നെ ഏലമല, പളനിമല ഇവയൊക്കെ സംഗമിക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ ആനമുടിയിലാണ്. ഏതൊക്കെയാണ്? ആനമല, ഏലമല, പളനിമല ഇവയൊക്കെ സംഗമിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ആനമുടിയിൽ വെച്ചിട്ടാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഇനി പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് സഹ്യപർവ്വതം എന്ന പേരിലാണ് അറിയപ്പെടുക അല്ലെ? എന്നാൽ കർണാടകയിലും ഗോവയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മുടെ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? സഹ്യാദ്രി, സഹ്യാദ്രി അല്ലെ? സഹ്യാദ്രി എന്ന പേരിലാണ്. ഓക്കെ, അദ്രി എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വതമാണ്. അപ്പൊ സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? പശ്ചിമഘട്ടമാണ് അല്ലെ? എവിടെയാണ് അത് അറിയപ്പെടുന്നത്? മഹാരാഷ്ട്ര, ഗോവ, കർണാടക ആ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സഹ്യാദ്രി എന്നാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്ന പേരിലാണെന്നും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കാം. ഇനി നമുക്ക് പശ്ചിമഘട്ടത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സമ്പന്നമായിട്ടുള്ള ജൈവ വൈവിധ്യത്തിന്റെ സോഴ്സ് ആണ് അല്ലെ? അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള പ്രാദേശിക ജീവി വർഗ്ഗങ്ങളൊക്കെ കാണപ്പെടുന്ന സ്ഥലമാണ് ഇത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഔഷധ സസ്യങ്ങളുടെ കലവറ തന്നെയാണ് എന്താ? പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ധാരാളം നിത്യഹരിത വനങ്ങളും നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ്. ഓക്കെ, ഇനി ഇവിടെ തന്നെ നമുക്ക് കാണപ്പെടുന്ന കുറച്ച് വംശനാശം സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന കുറച്ച് സ്പീഷീസുകൾ ഉണ്ട്. അതാണ് നീലഗിരി താറ്, നീലഗിരി മാർട്ടിൻ, മലബാർ വെരുക്, സിംഹവാലൻ കുരങ്ങ്. ഓക്കെ, നീലഗിരി താറ് എന്താ? വരയാട് അല്ലെ? അപ്പൊ വരയാട്, നീലഗിരി മാർട്ടിന്, മലബാർ വെരുക്, സിംഹവാലൻ കുരങ്ങൊക്കെ കാണപ്പെടുന്നത് ഈ പറഞ്ഞ പശ്ചിമഘട്ട മേഖലയിലായിട്ടാണ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാ? അവിടെ ഒന്ന് ഓർത്തു വെക്കാം. ഇനി പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാനായിട്ട് കുറച്ച് സമിതികൾ അല്ലെങ്കിൽ കുറച്ച് കമ്മിറ്റികൾ രൂപീകരിക്കുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റത്തേതാണ് ഏത്? ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് ഏതാ? ഗാഡ്ഗിൽ കമ്മിറ്റി. 2010 ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഗാഡ്ഗിൽ കമ്മിറ്റി 2010 ഇതിന്റെ ചെയർമാൻ ആയിരുന്നു പറയുന്നത് നമ്മുടെ മാധവ് ഗാഡ്ഗിൽ. അപ്പം ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? മാധവ് ഗാഡ്ഗിൽ ആണ്. ഇനി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വേർതിരിക്കുകയും അവയുടെ സംരക്ഷണത്തിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കമ്മിറ്റിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വർഷമാണ്. 2010 ഗാഡ്ഗിൽ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഇവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നാണ്? അത് 2011 അല്ലെ? തൊട്ടടുത്ത വർഷമാണ്. 2011 ഓഗസ്റ്റ് 31 ഗാഡ്ഗിൽ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് പരിസ്ഥിതി ലോല മേഖലകളെ ESZ, ഓക്കെ, അതായത് ESZ എന്ന് പറഞ്ഞാൽ എക്കോ സെൻസിറ്റീവ് സോൺ എന്നായിട്ട്. ഓക്കെ, ESZ എന്ന് പറഞ്ഞാൽ എക്കോ സെൻസിറ്റീവ് സോൺ ആണ്. അങ്ങനെ എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് 1, 2, 3 എങ്ങനെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറഞ്ഞ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം തരംതിരിച്ചിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കാം. ഇനി ഈ പറഞ്ഞ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ഉണ്ടല്ലോ, അവരെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച മറ്റൊരു കമ്മിറ്റി ആയിരുന്നു ഏതാ? കസ്തൂരി രംഗൻ കമ്മിറ്റി. വർഷം ഏതാണ്? 2012. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഗാഡ്ഗിൽ കമ്മിറ്റി 2010, അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2011. അതിനുശേഷം 2012 കസ്തൂരി രംഗൻ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നു. അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2013. ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കുക. 10, 11, 12, 13. ഓക്കെ, ഇനി കസ്തൂരിരംഗൻ കമ്മിറ്റി നമ്മൾ പറഞ്ഞു. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ചിട്ട് പഠിക്കാനായിട്ടാണ് കസ്തൂരിരംഗൻ കമ്മിറ്റിയെ നിയമിക്കുന്നത്. 2013 അവരെന്ത് ചെയ്യുന്നുണ്ട്? അവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കസ്തൂരിരംഗൻ കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. അതാണ് ഹൈ ലെവൽ വർക്കിംഗ് കമ്മിറ്റി എന്ന് അറിയപ്പെടും ട്ടോ. അപ്പൊ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്? കസ്തൂരിരംഗൻ കസ്തൂരിരംഗൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇവരുടെ ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണം എത്രയായിരുന്നു? 123 ആണ് ട്ടോ. അതായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണം അവർ എത്രയാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്? 123 എണ്ണമാണ്. ഓക്കെ, അതുപോലെ തന്നെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്, നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്നിങ്ങനെ ഭൂമിയെ സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു കമ്മിറ്റിയുടെ എന്താ പറയാ റിപ്പോർട്ട് പ്രകാരം വേർതിരിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ,
ഇനി അടുത്തത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ് കേട്ടോ. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത് 2013 അപ്പൊ 2013 ഉമ്മൻ വി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലുള്ള ജനവാസ കേന്ദ്രങ്ങളൊക്കെ മാറ്റുക, അതുപോലെ തന്നെ വനത്തില് മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ പറഞ്ഞ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൊക്കെ മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം വേലികളൊക്കെ കെട്ടി സംരക്ഷിക്കുക, ഇതൊക്കെ ഇവരുടെ ഒരു ശുപാർശയിൽ ഉൾപ്പെടുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കാം. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലോട്ട് പോകാം. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് വർഷമാണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2012 ആണ്. 2012 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ്? പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? 2012. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണോ? ഗുജറാത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ, മഹാരാഷ്ട്രയിലൂടെ പോകുന്നുണ്ട്, പിന്നെ ഏതാണ്? കർണാടകയിലൂടെയും പോകുന്നുണ്ട്, ഉത്തർപ്രദേശിലൂടെ പോകുന്നില്ല അല്ലെ, ഉത്തർപ്രദേശിലൂടെ പോകുന്നില്ല. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ ആയിട്ടാണ് ആര് പോകുന്നത്? നമ്മുടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ഇനി താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ഏതാണ്? ചെങ്കുറിഞ്ഞിയാണ് അല്ലെ, ചെങ്കുറിഞ്ഞിയാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന ഒരു മരം എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കാം. ഇനി പശ്ചിമഘട്ടം എന്ന് പറയുന്നത് എന്താണ്? പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാല് യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ് അല്ലെ, യുനെസ്കോയുടെ ഒരു ലോക പൈതൃക സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ത്? എന്തായിരുന്നു 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്? അതിനു മുന്നേ എന്നാണ് ലോക തണ്ണീർത്തട ദിനം എന്ന് പറഞ്ഞാല്? അത് ഫെബ്രുവരി 2 ആണ് അല്ലെ, ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത്. ഈ 2025 പ്രമേയം എന്ന് പറഞ്ഞാല് നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ഓക്കെ, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു 2025 തീം. അപ്പൊ 2025 തീം എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു 2025 ഫെബ്രുവരി 2 തീം അല്ലെ. ഫെബ്രുവരി 2 എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ്. ഒന്ന് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ നമുക്ക് പഠിച്ചു വെക്കേണ്ട കുറച്ച് തീമും കൂടി ഉണ്ട്. അതിലൊന്നാണ് മാർച്ച് 3. മാർച്ച് 3 എന്താ പ്രത്യേകത? ലോക വന്യജീവി ദിനമാണ് അല്ലെ, വന്യജീവി ഏതാണ്? മാർച്ച് 3. അപ്പൊ മാർച്ച് 3 ലോക വന്യജീവി ദിനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2025 പ്രമേയം എന്താണ്? 2025 പ്രമേയം വന്യജീവി സംരക്ഷണ, ധനകാര്യം, ജനങ്ങളിലും ഗൃഹത്തിലും നിക്ഷേപം എന്നതായിരുന്നു 2025 തീമായിട്ട് പറയുന്നത്. എന്താണ്? വന്യജീവി സംരക്ഷണം എന്ന് പറയുന്നത് ധനകാര്യമാണ്, ജനങ്ങളിലും ഗൃഹത്തിലും അതിന്റെ നിക്ഷേപം എന്നതായിരുന്നു ഏതിന്റെ തീം? 2025 വന്യജീവി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3 അല്ലെ. അപ്പൊ മാർച്ച് 3 വന്യജീവി ദിനത്തിന്റെ തീം എന്താണ്? വന്യജീവി സംരക്ഷണം, ധനകാര്യം, ജനങ്ങളിലും ഗൃഹത്തിലും നിക്ഷേപമാണ്. ഒന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് ലോക വനദിനമാണ്. വനദിനം എന്നാണ്? വനം മാർച്ച് 21 അല്ലെ, മാർച്ച് 21 ലോക വനദിനം. ജലമാണെങ്കിലോ 22. വനം ജലം എന്ന് ആലോചിക്കട്ടോ, വനം അത് കഴിഞ്ഞിട്ടാണ് ജലം, വനത്തിലാണ് ജലം എന്ന് ആലോചിക്കുക. അപ്പൊ ലോക വനദിനം മാർച്ച് 21, ലോക ജലദിനം മാർച്ച് 22. അപ്പൊ മാർച്ച് 21 2025 തീം ചോദിച്ചാൽ അത് എന്താണ്? വനവും ഭക്ഷണവും എന്നാണ് കേട്ടോ. അപ്പൊ വനത്തിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് ആലോചിച്ചാൽ മതി. വനവും ഭക്ഷണവും എന്നതാണ് 2025 ലോക വനദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ജലമാണ്. ജലം എന്നാണ്? ലോക ജലദിനം മാർച്ച് 22 അല്ലെ. മാർച്ച് 21 ലോക വനദിനവും മാർച്ച് 22 ലോക ജലദിനം. ഈ വർഷത്തെ തീം എന്തായിരുന്നു 2025? ഹിമാനികളുടെ സംരക്ഷണം. ഓക്കെ, ഹിമാനികളുടെ സംരക്ഷണം എന്നതായിരുന്നു ലോക ജലദിനത്തിന്റെ തീം, 2025 തീം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഹിമാനിയാണ് കേട്ടോ, ഹിമാനികളുടെ സംരക്ഷണമാണ് ലോക ജലദിനമായിട്ടുള്ള മാർച്ച് 22 തീമായിട്ട് പറയുന്നത്. ഇനി ലോക കാലാവസ്ഥാ ദിനം ചോദിച്ചാൽ അത് എന്നാണ്? മാർച്ച് 23 അപ്പൊ 21, 22, 23 ഓർഡറിൽ പഠിക്കുക. ഇത് വനം, ജലം, കാലാവസ്ഥ. ഏതാണ്? വനം, അത് കഴിഞ്ഞിട്ട് ജലം, പിന്നെയാണ് കാലാവസ്ഥ. ഓക്കെ, അപ്പൊ വനം, ജലം, കാലാവസ്ഥ 21, 22, 23. അപ്പൊ ലോക കാലാവസ്ഥാ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ മാർച്ച് 23. അതുപോലെ ഭൗമദിനം. ഭൗമദിനം എന്നാണ്? അത് ഏപ്രിൽ 22 കേട്ടോ. ഭൗമദിനം ഏപ്രിൽ 22 എന്നാണ്? ഏപ്രിൽ 22. ഈ വർഷത്തെ പ്രമേയം ചോദിച്ചാല് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹമാണ് ഈ പ്രാവശ്യത്തെ ഭൗമദിനത്തിന്റെ തീം. എന്താണ്? നമ്മുടെ ശക്തി എന്താണ്? നമ്മുടെ ഗ്രഹം അല്ലെ. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ്
ഏപ്രിൽ 22 ഭൗമദിനത്തിന്റെ 2025 പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് മെയ് 22. മെയ് 22 എന്താ പ്രത്യേകത? ലോക ജൈവ വൈവിധ്യ ദിനമാണ്. ലോക ജൈവ വൈവിധ്യ ദിനമാണ് മെയ് 22 എന്ന് പറയുന്നത്. 2025 തീം എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും എന്നതായിരുന്നു ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയമായിട്ട് പറയുന്നത്. അപ്പൊ 2025 മെയ് 22 പ്രമേയം എന്താണ്? പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവുമാണ്. അപ്പൊ എന്താണ് മെയ് 22 എന്ന് പറഞ്ഞാൽ? ലോക ജൈവ വൈവിധ്യ ദിനമാണ്. ഏപ്രിൽ 22 ആണെങ്കിൽ ലോക ഭൗമ ദിനമാണ്. മാറരുത്. ഇനി ജൂൺ 5 ജൂൺ 5 എല്ലാവർക്കും അറിയുന്നതാണ് ലോക പരിസ്ഥിതി ദിനമാണ് അല്ലെ. ഇപ്രാവശ്യത്തെ തീം എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ 2025 തീം എന്ന് പറയുന്നത്. അപ്പൊ ലോക പരിസ്ഥിതി ദിനം അതായത് ജൂൺ 5 തീമായിട്ട് പറയുന്നത് എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ലോക ജലദിനം. ലോക ജലദിനമാണോ ഏപ്രിൽ 22? ഏപ്രിൽ 22 എന്തായിരുന്നു? ഭൗമദിനമാണ് അല്ലെ. മാർച്ച് 22 ജലദിനം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ. വനദിനം മാർച്ച് 21. വന്യജീവി എന്നായിരുന്നു? മാർച്ച് 3 ട്ടോ. ലോക വന്യജീവി ദിനം മാർച്ച് 3. ലോക ജൈവ വൈവിധ്യ ദിനമാണെങ്കിൽ മെയ് 22. അതുപോലെ ഓർത്തിരിക്കേണ്ട 1-2 ഡേറ്റും കൂടി ഓർത്തു വെക്കുക. ലോക സമുദ്ര ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ജൂൺ 8 ആണ് ട്ടോ. അപ്പൊ സമുദ്ര ദിനം ജൂൺ 8 എന്ന് ആലോചിക്കുക. 8 ഓർമ്മയിൽ ഉണ്ടാവണം. ജൂൺ 8 ലോക സമുദ്ര ദിനം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര കണ്ടൽ ദിനം ചോദിച്ചാൽ അത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ജൂലൈ 26 ആണ് ട്ടോ. ജൂലൈ 26 കണ്ടൽ ദിനം 26 കണ്ടൽ ദിനം. അന്താരാഷ്ട്ര കണ്ടൽ ദിനമാണ് ജൂലൈ 26. അന്താരാഷ്ട്ര കടുവാ ദിനം ചോദിച്ചാൽ അത് ജൂലൈ 29 അപ്പൊ ജൂലൈ 26 കണ്ടൽ ദിനവും അതുപോലെ തന്നെ കടുവാ ദിനമാണെങ്കിൽ ജൂലൈ 29 ട്ടോ. 26, 29 ഇതെന്താണ്? ഇത് കണ്ടൽ ദിനം, ഇത് കടുവാ ദിനം. കണ്ടലും കടുവയും അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 26, 29 26, 29. സെപ്റ്റംബർ 16 എന്തായിരുന്നു? ലോക ഓസോൺ ദിനമാണ് അല്ലെ. ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16 എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ പ്രമേയം എന്താ? ഓസോൺ ഫോർ ലൈഫ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രമേയമാണ്. ഓസോൺ ഫോർ ലൈഫ് എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയമായിട്ട് പറയുന്നത്. അപ്പൊ സെപ്റ്റംബർ 16 എന്താ പ്രത്യേകത? ലോക ഓസോൺ ദിനമാണെന്ന് ഓർത്തു വെക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ IUCN-മായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? എന്താണ് IUCN എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെ ഒക്കെ സംരക്ഷണത്തിനായിട്ട് അന്തർദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഇത് IUCN എന്ന് പറയുന്നത്. 1948 സ്ഥാപിക്കുന്നത്. ആസ്ഥാനം എവിടെയാണ്? ഗ്ലാൻഡ് ആണ്. ഓക്കെ. അവര് പ്രസിദ്ധീകരിക്കുന്ന ബുക്കാണ് ഏത്? റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് IUCN പ്രസിദ്ധീകരിക്കുന്ന ബുക്കാണ് ഏത്? റെഡ് ഡാറ്റ ബുക്ക്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. സ്ഥാപിതമായത് 45 അല്ല 48 ട്ടോ. 1948 ആസ്ഥാനം ഗ്ലാൻഡ് ആണ്. പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് രൂപീകരിച്ച സംഘടനയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. IUCN അല്ലെ. IUCN-ന്റെ ഫുൾ നെയിം ഒന്ന് ഓർത്ത് വെക്കാം. IUCN എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ എന്നതാണ് ട്ടോ. IUCN എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ ആണ് IUCN-ന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്? പ്രകൃതി വിഭവങ്ങളെയും വന്യജീവികളുടെ ഒക്കെ സംരക്ഷണത്തിനായിട്ട് അന്തർദേശീയ തലത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ഇത് IUCN എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇത് 1948 വർഷം ഏതാണ്? 1948 IUCN രൂപീകരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആണ് ഇതിന്റെ ആസ്ഥാനം. IUCN-ന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആണ് IUCN-ന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇവർ പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് ഇത് റെഡ് ഡാറ്റ ബുക്ക്. ഏതാണ്? റെഡ് ഡാറ്റ ബുക്ക്. ഇനി നമ്മുടെ ഈ റെഡ് ഡാറ്റ ബുക്ക് ഉണ്ടല്ലോ, ഈ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയിട്ടുള്ള കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമുണ്ട്. അതേതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പരീക്ഷയ്ക്ക് ചോദിക്കും. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് എവിടെയാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. എവിടെയാണ്? പാലക്കാട് അല്ലേ. പാലക്കാടാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പൊ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏതാ? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. 1948 രൂപീകരിക്കുന്നു. ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ അവർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് ഏത്? റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി അടുത്തത് വേൾഡ് വൈഡ് ഫണ്ട്. ഓക്കെ, വേൾഡ് വൈഡ് ഫണ്ട് WWF എന്ന് പറയും. ഇതിന്റെ ലോഗോയിൽ കാണുന്ന മൃഗം ഏതാണ്? പാണ്ടയാണ് അല്ലെ? പാണ്ടയാണ് വേൾഡ് വൈഡ് ഫണ്ടിന്റെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് ഫണ്ട് എന്ന് രൂപീകരിച്ചത് 1961 കേട്ടോ. വേൾഡ് വൈഡ് ഫണ്ട് അഥവാ WWF രൂപീകരിക്കുന്നത് 1961. അതിന്റെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗമാണ് ഏതെന്ന് പറയുന്നത്? പാണ്ട എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യന്, അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഫണ്ടിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഗ്ലാൻഡ് ആണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആണ് WWF അഥവാ വേൾഡ് വൈഡ് ഫണ്ടിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം എവിടെയാ വരുന്നത്? വാൻകൂർ ആണ് കേട്ടോ. വാൻകൂർ ആണ് ഗ്രീൻ പീസിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, 1971 ഗ്രീൻ പീസ് രൂപീകരിക്കുന്നത്. ഏതാ വർഷം? 1971. പഠിച്ചു വെച്ചേക്ക. 1971 ഗ്രീൻ പീസ് രൂപീകരിക്കുന്നത്. എവിടെയാണ് ആസ്ഥാനം? ഗ്രീൻ പീസിന്റെ ആസ്ഥാനം വാൻകൂർ ആണ് അല്ലെ? വാൻകൂർ ആണ്. കാനഡയിലെ വാൻകൂറിലാണ് ഗ്രീൻ പീസിന്റെ ആസ്ഥാനം. എന്നാൽ ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ആംസ്റ്റർഡാമിലാണ്. ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അതെവിടെയാണ്? ആംസ്റ്റർഡാമിലാണ്. 1979 ഗ്രീൻ പീസ് ഇന്റർനാഷണൽ രൂപീകരിക്കുന്നത്. മാറിപ്പോകണ്ട. ഗ്രീൻ പീസ് എന്ന് മാത്രമാണ് ചോദിക്കുന്നത് എന്ന് വിചാരിക്കാം. ഗ്രീൻ പീസ് എന്നാ സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ 1971. ആസ്ഥാനം എവിടെയാണ്? കാനഡയിലെ വാൻകൂർ ആണ്. ഇനി ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്നാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ 1979. അതിന്റെ ആസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ആംസ്റ്റർഡാം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റംസാർ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, അപ്പൊ റംസാർ കൺവെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ റംസാർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്നാണ് ഇത് നിലവിൽ വരുന്നത്? 1975 റംസാർ ഉടമ്പടി നിലവിൽ വരുന്നത്. നിലവിൽ എത്ര സൈറ്റുകളാണ് ഇതിലുള്ളത്? അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്ര സൈറ്റുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? 93 ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ചിട്ട് 93 സൈറ്റുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതില് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ് റംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. 1975 ഇതിന്റെ ഉടമ്പടി വന്നിട്ടുള്ളത്. നിലവിൽ 93 സൈറ്റുകളാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ളത്, ബാക്കി രണ്ടും ശരിയാണ്. അപ്പൊ നമുക്ക് തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ റംസാർ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാനിലെ റംസാർ എന്ന സ്ഥലത്ത് വെച്ച് നടന്നിട്ടുള്ള ഉച്ചകോടിയായിരുന്നു റംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 1971 ഈ ഒരു ഉച്ചകോടി നടക്കുന്നത്. അതിൻ പ്രകാരം റംസാർ ഉടമ്പടി നിലവിൽ വരുന്നത് എന്നാണ്? 1975. റംസാർ ഉടമ്പടി എന്നാണ് നിലവിൽ വരുന്നത്? 1975. റംസാർ ഉച്ചകോടി നടക്കുന്നത് 1971 ഉടമ്പടി വരുന്നത് 1975. ഇനി ഈ ഒരു റംസാർ കൺവെൻഷനിൽ നമ്മുടെ ഇന്ത്യ എപ്പോഴാണ് ഒപ്പുവെക്കുന്നത് എന്ന് ചോദിച്ചാൽ 1982 ഫെബ്രുവരി 2 കേട്ടോ. ഫെബ്രുവരി 2 എന്തായിരുന്നു? തണ്ണീർത്തട ദിനമാണ് അല്ലെ? തൊട്ടടുത്ത ദിവസമാണ് തണ്ണീർത്തട ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത്. അപ്പം 1982 ഫെബ്രുവരി 1 റംസാർ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെക്കുന്നത്. ഓർത്തുവെക്കണം, വർഷം 1982 ഫെബ്രുവരി 1. ഇനി റംസാർ പട്ടികയിൽ ഇപ്പൊ നിലവിലുള്ള അല്ലെങ്കിൽ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ സ്ഥലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 93 സ്ഥലങ്ങളാണ് റംസാർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. ഓക്കെ, അതില് തൊട്ട് മുന്നേ 91 ആയിരുന്നു. പിന്നെ 2 കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 എന്ന് പറയുന്നത് ബീഹാറിലുള്ള തണ്ണീർത്തടങ്ങളാണ്. ഗോകുൽ ജലാശയും ഉദയ്പൂർ ജില്ലയും ആണ് കേട്ടോ. അപ്പൊ ഗോകുൽ ജലാശയം അതുപോലെ തന്നെ ഉദയ്പൂർ ജില്ല ബീഹാറിലുള്ളതാണ്. ഈ 2 തണ്ണീർത്തടങ്ങൾ കൂടി അടുത്തിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറഞ്ഞ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ഇപ്പൊ നിലവിൽ 93 സൈറ്റുകളാണ് ഈ പറഞ്ഞ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, എത്ര ഉണ്ട്? 93 ഉണ്ട്. പുതുതായി ചേർത്തത് ഏതൊക്കെയാണ്? ബീഹാറിൽ നിന്നുള്ള ഗോകുൽ ജലാശയം ഉദയ്പൂർ ജില്ലയും ആണെന്ന് ഓർത്തു വെക്കാം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ചോദിച്ചാൽ അതേതാണ്? സുന്ദർബൻ ആണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? സുന്ദർബൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യം ചോദിച്ചാൽ അത് UK ആണ്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യം ഏതാണ്? UK ആണ്. എന്നാൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത് അത് നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. ഓക്കെ ആണല്ലോ. എന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യം ചോദിച്ചാൽ അത് UK ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? അത് സുന്ദർബൻ ആണ്. സുന്ദർബൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി
ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ് ട്ടോ. അപ്പൊ തമിഴ്നാടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേരളത്തിൽ നിന്നും 3 സൈറ്റുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അഷ്ടമുടി കായല്, അതുപോലെ തന്നെ വേമ്പനാട്ട് കായല്, ശാസ്താംകോട്ട കായല്. ഓക്കെ, അഷ്ടമുടി കായല്, വേമ്പനാട്ട് കായല്, ശാസ്താംകോട്ട കായല് അല്ലെ? ആവേശം എന്ന് ആലോചിച്ചാൽ മതി. ആവേശം. അഷ്ടമുടി കായല്, വേമ്പനാട്ട് കായല്, ശാസ്താംകോട്ട കായല് കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള തണ്ണീർത്തടങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അഷ്ടമുടി കായലും വേമ്പനാട്ട് കായലും ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. ഇനി ഏത് വർഷമാണ് ഇവരൊക്കെ ഉൾപ്പെടുന്നത്? 2002 അഷ്ടമുടി കായലും വേമ്പനാട്ട് കായലും ശാസ്താംകോട്ട കായലും ഒക്കെ റംസാർ സൈറ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തു വെക്കാം. അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കി അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു.